നല്ല തണുപ്പുണ്ടല്ലോ മാമ. നല്ല കാറ്റ്, വണ്ടി പൊന്തില്ലേ? You come, that's all right. അമ്മ ചീത്തയൊന്നും വിളിച്ചില്ല. എല്ലാ കുറുക്കറുണ്ട്. നിനക്ക് ഇതില്ലേ വേണ്ടേ? ഗുണ്ടേട്ടാ ഞങ്ങളുടെ നിങ്ങൾ കളിച്ചാണല്ലേ. പണ്ടത്തെ മുന്തിരിച്ചാറ്, മുന്തിരി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഇതെടുക്കില്ലേ? എന്താ എഴുതി വെച്ചിട്ടുള്ളത്? പയനിയർ ഡേവിഡ് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് മാൾബ്രോസ് ഫസ്റ്റ് വൈനറി ആൺസ്ഫീൽഡ് ഇൻ ദ ഹിൽസ് ടു ദ സൗത്ത് ഡ്യൂറിങ്. ഓക്കെ, പി അപ്പച്ചനാണ് കേട്ടാ ഇവിടുത്തെ ആദ്യത്തെ വൈനറി. മുന്തിരി പൾപ്പ് സ്ക്വീസ് ചെയ്തിട്ട് എടുക്കണ മെഷീനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ അതെ, നമ്മുടെ ബ്ലൻഡിങ് ട്രിപ്പ് അവസാനിച്ചു. ഇവിടുത്തെ ഫൈനൽ ലുക്കും കൂടെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ട് പോവാം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാർ പോകണ പോലെ ചേട്ടാ മാമ. സോ അതേട്ടാ ബ്ലൻഡിമിലെ ചെറിയ മലനിരകളും സംഭവം എല്ലാം കഴിഞ്ഞു. നമ്മൾ കുഞ്ഞ് വിമാനത്തിൽ നമ്മളെ കൊണ്ടുപോകാനുള്ള പൈലറ്റുമാരും വരുന്നുണ്ട്. നമ്മൾ ഇവരുടെ കൂട്ടത്തിലാണ് പോണത് അല്ലേ മാമ? ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ പോണത്. ഡ്രൈവർമാർ, നമ്മൾ ഡ്രൈവർമാർ. ഇവരുടെ ഇവിടുത്തെ കണ്ട മാൾബ്രോ ഹണ്ടേഴ്സ് പിനോനുവ റെഡ് വൈനാണിത്. ഇവരെ തന്നെ ഷാഡോണ ഉണ്ട് കണ്ട, ഹണ്ടേഴ്സിൻ്റെ തന്നെ സാവിന്യോ ബ്ലാങ്ക് ഉണ്ട്. എനിക്ക് ഷാഡോണ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഗ്രേപ്പ് വെറൈറ്റി സാവിന്യോ ബ്ലാങ്കിനേക്കാളും. പക്ഷെ ഇത് മൂന്നും മാൾബ്രോൻ്റെ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇവിടെയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മാൾബ്രോ ആണ്, ഇത് ഇവിടുത്തെയാണെന്ന് തോന്നുന്നു വൈൻ. സോ ഇപ്പോൾ ഇതാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേ, പിനോ ഗ്രീസും ഇതൊക്കെയാണ് ഇവരുടെ ഇവിടെ ഉണ്ടാക്കുന്ന മെയിൻ. ഇപ്പുറത്തെന്തേ പിനോനുവ, സാവിന്യോ ബ്ലാങ്ക്, ഇവരുടെ തന്നെ വൈനെല്ലാം വെച്ചല്ല. അതേ വൈറാവു, ഇതും ഇവിടുത്തെ സ്ഥലമാണ്. വൈറാവു റിവർ കണ്ട, പിനോഗ്രീസ്. റീസ്ലിംഗ് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. സോ ഇതേക്കൂടെ റീസ്ലിംഗ് ഹിയർ. These are some wines from here. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് there we go. ക്രോസോൺ, എഗ് ബേക്കൺ ക്രോസോൺ, പിന്നെ കോഫി. രാവിലെ പെപ്സി. പതാ രാവിലെ ഹെൽത്തി ആയിരുന്നു. മാമനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കാപ്പി കുടിക്കുന്നില്ല, അത് കാപ്പി ഭയങ്കര അൺഹെൽത്തിയാന്ന് പറഞ്ഞു. അത് ഭയങ്കര കണ്ടുപിടുത്തായി പോയിട്ടോ. അതെ, മടുക്കുക. നിനക്ക് ക്രോസോൺ ഇഷ്ടമാണോ? എനിക്ക് ക്രോസോൺ ഇഷ്ടം. ചിലപ്പം ചുമ്മാ ബട്ടർ തേച്ചിട്ട് ഒരു 10 സെക്കൻഡ് ചൂടാക്കി കഴിക്കാനുണ്ട്. പണ്ട് തൃശ്ശൂര് ഒരു കടയുണ്ടായിരുന്നു ആദ്യമായിട്ട്, എന്തൊരു മോള് ആദ്യമായിട്ട്. ആ മോളിനകത്താണ് ഞാൻ ക്രോസോൺ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. നാട്ടിലുണ്ടാകുന്ന ക്രോസോണിന് കുറച്ചുകൂടി മധുരമുണ്ട്. ഡെസേർട്ട് ക്ലാസിക് ക്രോസോൺ. ഫ്രഞ്ചിൽ OI വന്നു കഴിഞ്ഞാൽ ഊവാന്നാണ്. അപ്പോൾ പക്ഷേ ക്രോസോൺ മീനിനെ പറയാം പോയ്സൺ എന്നാണ്, POISON. ഫിഷിനെ പറയുന്ന പേര് ഫ്രഞ്ചിൽ പോയ്സൺ എന്നാണ്, POISON. പക്ഷെ അതിനെ പറയാം പോയ്സോൺ. പോയ്സോൺ ഫിഷല്ല, ഫിഷിൻ്റെ കോഴ്സ്. ഫിഷ് ഫിഷ്. നല്ല രസമുണ്ട്. ഇന്ന് ഫ്ലൈറ്റ് പൊന്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടല്ലോ മാമ. നല്ല കാറ്റ്, വണ്ടി പൊന്തില്ലേ? നല്ല രസം. പക്ഷേ ഈ ഒരു ക്ലൗഡിയുടെ മുകളിൽ വിമാനം നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഫ്രെയിം. താങ്ക് യു മാമ, താങ്ക് യു ഫോർ കമ്മിങ് വിത്ത് us ഫോർ ദ ഗ്രേറ്റ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സ്റ്റഫ്. ബില്ല് മാമൻ വെച്ചോ. താങ്ക് യു, സി യു വെരി മച്ച്. സി യു. വിശേഷിനെ പോലെ ഉണ്ട് നീ കണ്ണാടിയൊക്കെ വെച്ചിട്ട്. ആ താങ്ക്സ്, ബൈ. ഓക്കെ. ടൂ മച്ച് ഫൺ അതിൻ്റെ ഉള്ളിൽ കയറിയ. ഈ വണ്ടിയിലല്ലേ ഞാൻ വരട്ടെ, എന്നെയും കൂടെ കൊണ്ടുപോകും. ആരുമില്ലേ? ഹൗ ആർ യു ഹണി? ആണോ? അവരാ പിള്ളേർ ഉറങ്ങണ? അയ്യോ,
എനിക്ക് അവരെ വന്ന് ഹഗ് ചെയ്യാനായിരുന്നു. മൈസൂറേട്ടാ തണുപ്പാ, അത് കാരണം വേറെ ഡ്രസ്സ് കൊണ്ടുപോകാൻ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ തിരിച്ചു വന്നു. ഇല്ല, അവരെല്ലാം ഞങ്ങളൊക്കെ ഇന്നലെ പോയ അതേ ഞങ്ങൾ ബോയ്സ് ബോയ്സ്. ഇന്നലെ മോനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ എവിടെ ഇങ്ങനെ കിടന്നു തന്നെ. പക്ഷേ തീരുമാനില്ലായിരുന്നോ? ഇന്നലെ ആയിരുന്നു ഏറ്റവും ഹൊറിബിള്. അയ്യോ, നിങ്ങൾക്കാർക്കും കിട്ടാതിരിക്കട്ടെ. എനിക്കിപ്പോൾ കിട്ടും. ഈ ഓക്കെ ആണോ? എനിക്കൊന്ന് ഇന്ത്യ വരെ പോകണം. എന്തിനാ? ഒരാഴ്ച ഒരു പരിപാടി ഉണ്ട്. എന്ത്? എനിക്ക് പോകാൻ പറ്റുമോ? എന്നതാന്ന് പറ. ഇപ്പൊ പറ്റില്ല തൽക്കാലം. ഓക്കെ എന്നാ. ഈ ഓക്കെ ആണോ? എന്നാ ഞാൻ ജസ്റ്റ് ഓക്കെ. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ. അതങ്ങനെയാണല്ലോ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ ഇവിടെ ഒരു സൈഡിൽ നിന്ന് ഫോൾ അപ്പാർട്ടാണ്. അത് ഞാൻ സിക്ക് ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പൊന്നു മോനെ പിങ്ങിനോട് ചോദിച്ചു നോക്ക്. ഞാൻ ഇന്നലെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ കറിയൊക്കെ വെച്ച് പോയതല്ലേ, ബീഫ് കറി വെച്ചു. പക്ഷെ ഞാൻ അതൊന്നും കഴിച്ചില്ല. അതൊക്കെ എനിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പം ഇന്നെന്തെങ്കിലും കഴിക്കണം വേറെ കുട്ടിക്ക്. ഓക്കെ, സോ വെൽക്കം ബാക്ക്. താങ്ക് യു. മിസ് യു ഫെല്ലസ്. വാ ദോം തരികട ദീം തരികട ദോം തരികട തിത്തിത്തോ മുത്തം തരികട തെത്തിത്തോ തോം തരികട തിത്തിത്തോ കട്ടപ്പേര് ജെട്ടിപ്പോം ബൂം ബാങ് നിക്ക ഏടുമാ. ശ്വാസം മുട്ടുണ്ടാ? പകുതി ഉറക്കത്തിലാണോ കുട്ടി? എച്ചമ്മ ഏടമ്മ പൊട്ടു തൊടാനാണ്. ഉറങ്ങാണോ? ചുട്ടോട് ചുമ്മാ കം ഡമ്മി പ്ലീസ് വന്തി നന്മ വരാൻ നോമ്പെടുത്തു പൂത്താളി. വാ, ഇതെപ്പോഴാ ഉറങ്ങിയ? ആ മൂക്കിലെന്നിട്ട് നിറച്ച് പൊറ്റയും കുറ്റിയൊക്കെ ആണല്ലോ. ആരുടെ അടുത്തിട്ട് വായിൽ തിരിക്കുക? നോ കമ്മിയാ കം. അവിടെ പുട്ടാടിയാണോ? നീയ പുട്ടാടിയാണോ? ഇന്നോ ഡമ്മി, അവിടെ ഡമ്മിയാണോ? ഇന്നലെ മാമുണ്ടെന്ന് കേട്ടോ, ഒരു പറ മാമൂന്നാ. ഡാഡി ഇല്ലാത്ത നേരത്ത് മുഴുവൻ മാമു തീറ്റാണ് അല്ലേ? അതെ, ഞം ഞം തുടങ്ങി. ഞം മാമൂന്ന് എണീക്കുമ്പോഴേക്കും ഞം ഞമ്മ ഉച്ചമ്മ ഞമ്മന് ഞമ്മന് ഞം ഞം വേണം കേട്ടോ. താങ്ക് യു. ദാറ്റ് വാസ് എ ഗുഡ് തിങ് വിത്തുണ്ടോ. നോ ഫൈറ്റ് വിത്ത് അമ്മ. ആണോ? അടി കൂടിയോ? ഓക്കെ ഓക്കെ. എസ് എം ആണോ? എസ് എം കരച്ചിലാണോ? ഓക്കെ. ഓ, പാട്ട് മാറ്റാം. കണ്ണൻ എന്ന പേരിൽ രേവതി നാളിൽ ഗാനൻ. ഓക്കെ, താങ്ക് യു ഗൈസ്. നല്ല രണ്ട് പൊരി. അയ്യോ, കൈ മാറിപ്പോയിട്ടാ ഉള്ളേ. നിന്റെ ആ കയ്യെ പിടിക്കണേ. ഇത് മിക്ക കയ്യെ മനസ്സ് വന്നത്. ഇത് ഇവിടെ തന്നെ വെച്ചോളോട്ടാ. നോ, ഇത് നോ. 5 എണ്ണം കീപ്പിട്ടിക്ക് പോകുമ്പോ ഒരെണ്ണമായ. ഞം ഞം ഉറങ്ങി നീക്കുക, ഞം ഞാൻ അന്വേഷിക്കുക. കുട്ടികൾക്ക് കളി എന്ന് പറഞ്ഞൊരു പരിപാടി വേറെ ഉണ്ട്, അതറിയില്ലേ? കുറച്ചുകൂടി പാക്കറ്റ് കൊടുക്കാൻ. സമാധാനം കിട്ടുമല്ലോ. രണ്ടുപേരും കണ്ണ് ഇതിനകത്താ. പൊരി നാട്ടില് പെരുന്നാളാണ്, അതിന് പൊരി. ഓണത്തിന് ആരെ പൊരി തന്നെയാണ്. അച്ഛനെടുക്കുമ്പോൾ കുറച്ച് അധികം കയ്യിലുണ്ടെന്ന് നല്ല കളയാൻ പറ്റില്ല. അമ്മ കുറച്ച് ശ്രദ്ധിക്കേ അല്ലേ അമ്മ? അമ്മ തീരാമിസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഓക്കെ, യു ലുക്ക് വെരി സിക്ക് ദോ. എന്നപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടണം. അതിനില്ലത് ഈ ഒരു മഹാരോഗിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഒരു കാപ്പി വേണോ നിനക്ക്? വേണ്ട. അല്ല, കാപ്പി വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഇതാ
എസ്മേ എന്ന് വിളിച്ചു എസ്മേനെ. നോക്ക് ആ അപ്പൊ തിരിഞ്ഞാ അവിടെ നിന്ന് ഞാൻ അത് വീഡിയോ എടുക്കാൻ വരിക മലർന്നിട്ട് ഇറങ്ങ മാക്സിമത്തി. ഇവര് രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോ അവിടുത്തെ ഒരു കുഞ്ഞു മേശം മറിഞ്ഞിട്ട് ഇതിന്റെ കാലിന്റെ മുകളിലേക്ക് വീണു. അതിന് അമ്മ നീ എന്തിനാ അവളെ ചീത്ത വിളിച്ചേ? ഇവിടെ ഒരാള് മോഹാലസ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അമ്മ ചീത്തയൊന്നും വിളിച്ചില്ല. നീ വാതിലടച്ചിട്ട് ഇരിക്കുന്ന പരിപാടി നിനക്ക് ഉണ്ടായിരുന്നല്ലോ. കമ്മിയാ ലെറ്റ്സ് ഗോ. പിങ്ങാ വാട്ട്? ഓ ഇന്നലെയൊക്കെ എന്ത് സുഖമായിരുന്നു അറിയാം ഞങ്ങൾക്ക് അവിടെ. ഇപ്പോൾ അവിടെ ഒരാൾക്കും കണ്ട ഞാൻ പോയപ്പോൾ എനിക്കൊരു ഇവള് പോയപ്പോൾ ഞാൻ നല്ല ഓക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇവളുടെ ജീവൻ പോയിട്ട് നീ എന്തിനായിട്ട് എന്തിനാ പോയിട്ട് ജാതിയൊക്കെ മാറിയത് സിക്കായത്? ചെരുപ്പാ? ആ ഡാടെ നീ ചെരുപ്പിട്ട് നടന്നാൽ മതിട്ടാ. ചെരുപ്പിട്ട കണ്ട ഇന്നിട്ടാ നീയേ. ആ ഇട്ടു നാടെ ഇട്ടു. ഇനി അടുത്ത ചെരുപ്പോ? വെരി സാധവാൻ. മോർ മോർ ചെരുപ്പ് പ്ലീസ് മോർ. ഇതൊക്കെ ചെരുപ്പ് എടുക്കാൻ പോയാലും ഇടയിൽ നിന്ന് പാട്ട് കേട്ടപ്പോ ചെരുപ്പ് മറന്നു. ഇത് കൊക്കോ ഡാഡയ്ക്ക് ചെരുപ്പ് എടുത്താ? ആ മാമുവിന്റെ സൗണ്ട് വന്നു തുടങ്ങി. ഇത് യേശുമാ ഡാഡ ചെരുപ്പ് എടുത്താ? എടുത്തോന്ന്. അത് നീ എടുത്തോ? നീ എടുത്താ? പാട്ട് വയ്ക്കലുടെ പറ്റുന്നില്ലടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിട്ടാ. ഇതെന്ത് ഇടത്തെ കയ്യിനെന്താ പറ്റി? ഇതെന്ത് പറ്റിയപ്പോ? ഇതാരെയും ചെപ്പൊക്കെ പഠിപ്പിച്ച? ആ പാട്ട് കഴിഞ്ഞ കൈ അടിക്കട്ടെ പണ്ടടക്കാനായിട്ട്. ആ സ്റ്റെപ്പിട്ട് ഇങ്ങനെ തിരിക്കണത് തേങ്ങാപ്പാല് വീണേ ഇങ്ങനെ. ആ ശരി. ആ കിട്ടു സാധനമായിരുന്നു അത്. നിനക്കില്ലേ സ്റ്റെപ്പ്? എന്ത് പ്രാന്തയ്യാ? ഡാ ചെരുപ്പ് എടുത്താടാ. ചെരുപ്പ് എടുത്താ? ചെരുപ്പ് എടുത്തരാൻ പറഞ്ഞപ്പോ ഒരാളിവിടെ ഒന്ന് ചാരിയിരുന്നു. ഡാക്ടർ ചെരുപ്പ് എടുത്തന്നാ? ആ ഉറുമ്പ്. ഞാൻ മറ്റാളുടെ കസാര എടുത്തോണ്ടിരുന്നാ ഇവിടെ നിന്നാണോ കൊടുക്കണേ? ആ നീ എൻ്റെ വന്നേ. ഞാൻ അവിടെ പോയിട്ട് ഇരിക്കാം. എനിക്ക് TV കാണണതാ. അമ്മമ്മമാര് അതിനെ കൊണ്ട് എളുപ്പമല്ലട്ടാ. നീ ഇങ്ങോട്ട് വന്നേ. നീ ആ ചോറ് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നോ? പൊക്കോളെ. നീ ഇങ്ങോട്ട് വന്നേ. അവിടെ പാട്ടുണ്ടേ. അതാ പണ്ടാരം അവിടെ എത്തുമ്പോഴേക്കും മറ്റേ വായയുടെ ഗ്യാസ് കഴിഞ്ഞു. അടുത്ത് കയറ്റണ ഇതിനെ കൊണ്ട് പിന്നെ ബാക്കിലെ താറാവ് പോണ പോലെയുള്ള പോക്ക് സഹിക്കാൻ പറ്റത്തെ. ഓ നിന്നെ കേട്ടി ഞാൻ കസാര എടുത്തോണ്ടിരാം. ഇതേ കസാര ദേ എന്നാ ഇവിടെ ഇരുന്നോ? ആ എസ്മ ഇവിടെ ഇരുന്നോ? ഏറമ്മ അവിടെ വന്നിരുന്നോ? ബാ വായോ. ആ ബാ ഏറമ്മ അവിടെ ഇരുന്നോ? അവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നോ? ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? മാഡത്തിനെ കുറച്ച് കയ്യെ അടുത്തുള്ള സ്ഥലത്ത് ഇരിക്കാൻ എനിക്ക് താല്പര്യം കേട്ടാ. മിസ്സാവാണ്ടിരിക്കാനാ പെട്ടെന്ന് അത്രയും ദൂരത്തേക്ക് വെച്ചിട്ട്. ചോറ് തിന്നെ നല്ല എങ്ങനെ ചേറി കിടക്കണ്ടെന്ന് വെച്ചാലും പാമ്പിൻ്റെ പോലെ കളിക്കണ്ടിട്ടേ. എന്തേ വേഷം കെട്ട് വരുന്നുണ്ട്. സ്റ്റപ്പിൻ്റെ മുകളിലേക്ക് ചോറും മറ്റോ ഓരോന്ന് നാക്കുന്ന. അത് ഇറക്കുമ്പോൾ ആദ്യം പോകണം മാഡത്തിന്. ആ ചേട്ടാ അവിടെ കുടഞ്ഞേറിട്ടാ. നീണ്ട് കട്ടിയ ആ പാത്രത്തിൽ എനിക്ക് ഇങ്ങനെ ഉരുട്ടി തന്നെ ഇഷ്ടമല്ല. അതാ മാഡം കഴിക്കണില്ലാവോ? ചെറിയൊരു ഉരുള മേടിച്ചിട്ട് ഉന്തി കളിക്കുക കേട്ടോ ഈ വീട്ടിലെ കുട്ടി. ഇതോക്കടെ ചെറിയ കുട്ടിയാ, 10 വയസ്സായ ചെറിയ കുട്ടി. അമ്മയൊക്കെ എന്നിട്ട് ആ ചാറ് കുറച്ച് കൊടുത്തൂറേ കുട്ടിയോട്? അല്ല ഈ കുട്ടിക്കാ? ആ ക്ലാപ്പ് ഇപ്പൊ തന്നെ
ഞാൻ നിന്റെ ഒന്ന് കാല് പിടിക്കാൻ വന്നാണ്ടേ. ക്ലാപ്പ് 3ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഒറ്റ സ്റ്റെപ്പിലേക്ക് എത്തി. ചോറ് വായന്ന് തെറിച്ചിട്ട് പ്രിങ്ങുവിന്റെ കാലിന്റെ അടിയിലേക്ക് പോയി. കമന്ന് വീണ വശം എവിടെ ഉരുള പോയില്ല, ഉള്ളിലേക്ക് പോയി. ഇപ്പുറത്തേക്കാ ഉരുള പോയിട്ടില്ല കേട്ടാ, ഉരുള സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആ പല്ല് പറഞ്ഞ പോയത് എവിടെയെങ്കിലും കിട്ടിയാ? എനിക്ക് കാലുകൊണ്ട് തിന്നാനാ. നീ കാലും പണ്ട് ആ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ഇതെങ്ങനെ മുഖം ചുമന്ന ഇടിച്ച എവിടെങ്കിലും? ഇത് ഇപ്പൊ അമ്മനടിച്ച് വീണ മുഖം ഇടിച്ച്. ഇത് അതൊന്നും അറിഞ്ഞിട്ടില്ല. ബെസ്റ്റിന്റെ കാർഡിനെ കൊണ്ടേ ഇത് കണ്ടാ അതിന്റെ മുഖം ഇടിച്ച. ആ ഇതന്നെ ഇതന്നെ പറയണേ, കുരുത്തക്കേട് കുരുത്തക്കേട് എന്ന് പറഞ്ഞ മനസ്സിലാവണ്ട എനിക്ക്. ഓ ഇന്ന് ഗോൾഡ് കേട്ടോ. തീരാമിസുവിൻ്റെ ഫുൾ വീഡിയോ അല്ല കേട്ടോ ഇത്. നമ്മുടെ ഇവിടെ ബാക്കി ഇനിയിപ്പോൾ ഈ ആഴ്ച കൊണ്ട് സിക്കെല്ലാം മാറിയിട്ട് ഇനി എപ്പോഴാണ് തീരാമിസു. ഇതൊക്കെ ഇത്ര റണ്ണി, ഇത്ര റണ്ണി എങ്ങനെയായി പോയി? ഓ വാ, പ്രോപ്പർ വീഡിയോ പറഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യാമറയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ അല്ലാത്ത എന്തിനാണ് ഇപ്പൊ നമ്മൾ ചെയ്യണേ? അല്ല ഇതിപ്പോൾ ഇത് മിക്ക് തിന്നാനുള്ള പ്രോപ്പറി. ആ അറിയാത്ത പോലെ വരുന്നിട്ട് അവൾക്ക് ഒരെണ്ണം കൊടുത്തു. എന്താ എൻ്റെ പ്രശ്നം? എന്താ നീ കരയാണ്ട വരുന്നുണ്ട് വെച്ചിങ്ങ? എന്താ നോക്കടേ, കണ്ണ് അവളുടെ വേറെ സ്ഥലത്ത്. അവൾക്ക് നീയല്ല നീ ഇവളോട് നീന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് നീയാ. കൊടുക്കച്ചമ്മാ തോക്കടെ ഹഗ് കൊടുക്ക്. ഓ തോക്ക് ഹഗ് കൊടുക്ക്. ഇക്കുമാൻ നീ അടിച്ചിട്ടുണ്ട് അവളെന്നെ, ഉറപ്പായിട്ട് അടിച്ചിട്ടുണ്ട്. ഹഗ് കൊടുക്ക്. കണ്ടാ ഹഗ് തന്നെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ വരലുകൊണ്ട് നീ ആര് ബ്രൂസിലിയാ? നീ അടി കിട്ടിയിട്ട് കരയാനോ? ബ്രൂസിലി ഇതേട്ടാ, ബ്രൂസിലി ഇപ്പൊ കാണാത്ത പോലെ വന്നിട്ട് ഇപ്പൊ മേലേക്ക് വീഴും. വാ, ഭയങ്കര ശക്തിയും ബുദ്ധിയാണല്ലോ. ഇതിനോട് ചോർക്ക് എങ്ങടെ പോണ? അപ്പൊ ഒരെണ്ണം കൊടുക്കാളു. വാ കൊടുത്താ. ആ അമ്മേ അതെ എന്നൊന്നും പിടിച്ചേ, എനിക്കൊരു അടി കിട്ടാനുള്ള സാധ്യത. നേരെ അതിന്റെ മുകളിലേക്ക് വിടല്ലേ? ഒരു കാര്യം ചെയ്യാം, ഡാഡ ലേശം തീരാമിസൊന്നും ആവുമ്പോ വെച്ചോക്കെ ഇവിടെ എന്തുണ്ടാവും നോക്കാം. ആ ഓ വാവ്, നിനക്കില്ല. ആ ഒറ്റപ്പല്ല് വരുന്നുണ്ട് അടി കൂടെ. കാണ്ടാമൃഗ 2 ദിവസം എന്ത് സമാധാനം അറിയോ? മിഞ്ഞാന്ന് രാത്രി അല്ല ഇന്നലെ രാത്രി ഇന്നലെ വായല്ലേ കറുത്ത കളറ്. അപ്പളേക്കും വരണ വഴിക്ക് എന്തൊരു വാരി തിന്നേ? മണ്ണാ? ഇതെവിടുന്ന മണ്ണ്? ഇതൊക്കെ ചാപ്പറമ്പ് പോലെയല്ല, സെന്ററിൽ പൊന്തിയിട്ട് ഇങ്ങനെ ഒരു ലെയറിലേക്കുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ബിസ്ക്കറ്റ് തീർന്നു പോയിട്ട്. അതാണ് പോർഷൻ മീറ്റെല്ലാം കുറവാ. ജസ്റ്റ് ഒരു ഇതാ. നമുക്ക് അടുത്ത ദിവസം പ്രോപ്പറായിട്ട് ഒരു തീരാമിസുദിന് മുന്നേ നമ്മൾ ചെയ്ത ചോക്ലേറ്റ് ഇടണല്ലേ? ഇതിപ്പോ നേരത്തെ എന്നിട്ട് 2 ആൾക്കാരും നമുക്ക് നമ്മുടെ ബെഡ്റൂമിലെ സീൻ കിട്ടിയിട്ടില്ലല്ലോ. ബെഡ്റൂം സീൻ എടി എന്നെ ഉള്ളിൽ 2 തവണ എണീപ്പിച്ചു വെച്ചും. അത് ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല. സാരിൽ ഇന്ന് വേഗം കിടന്ന് ഉറങ്ങിക്കോളൂ. ഡമ്മിതാ മതി ഡമ്മി പിടിച്ചിരുന്നത്. നീ ഒരു കള്ളത്തിനും ഏറും വന്നറാ ഏറും എൻ്റെ നീ ഇത് കൊണ്ടില്ലെങ്കിൽ ഞാൻ അടുത്ത് തീർക്കാം. ഇടുക ആ താ താന്ന് വന്നൊരു ചീത്ത വിളിച്ചിട്ട് രാത്രേ. താങ്ക് യു താ എല്ലാം കൊടുക്കറാണ്ട്. റെഡി നിനക്ക് ഇതല്ലേ വേണ്ടേ? ഇതിൻ്റെ കാര്യം എനിക്ക് വരില്ലല്ലോ. ഗുണ്ടേട്ടാ ഞങ്ങൾ കളിച്ചാണല്ലേ. ഈ വിരലിൻ്റെ എല്ലാം ചൂണ്ടിക്കാണിക്കുക. എവിടെ നിന്നാ പഠിച്ചേ? പോയില്ലേ? എന്നാ ഞാൻ പോകുന്നില്ല അങ്ങനെ. ഇന്നലെ പോയി ഇന്ന് വന്നു. തന്നെങ്കിൽ പോയില്ലേ തന്നെങ്കിൽ. അമ്മ ഒന്ന് സുന്ദരിയായിട്ടല്ലോ. നിനക്ക് ഈ വെള്ളപ്പുള്ളി 2-3 ഉടുപ്പ് മേടിക്കട്ടെ. നിനക്ക് നല്ലതാണ്. നിനക്ക് എൻ്റെ പുട്ടാടിയാണോ നീ? ആ ഞാൻ താഴെ പോയിട്ടേ നമ്മുടെ
സിംസൺ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് നമ്മുടെ രസം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് രസം ഉണ്ടാക്കാം. ഏയ് ആരുദ്ര ഡോണ്ട് ഡു ദാറ്റ്. ആ ഇതേണ്ടാ ഞാൻ അടിച്ചാൽ നിങ്ങൾ അടിക്കും. ആഹാ ഒരു ഹൈഫൈ തന്നെ എന്തെങ്കിലും അടിക്കുന്നത് കൈ പൊന്തും ചുതുമെന്ന് ഞാൻ ഒരു ഹൈഫൈ തന്നിട്ട് അടിക്കുന്നത് കണ്ടാ. നല്ല സ്നേഹമുള്ള ജേസുവിന്റെ പിന്നോണക്കാരാ. ജേസു കണ്ണിന്ന് വെള്ളം വന്നു ഇത്. ആ ചെറിയ ഇതിലെ പിടിക്കുക വലിച്ചു പറിച്ചോണ്ട് പോകും. നീ കരയണ കണ്ട എനിക്ക് സഹിക്കില്ലേട്ടാ. എന്റെ കുട്ടികളാന്ന് ഞാൻ നോക്കില്ല ഞാൻ. ആഹാ എന്ത് കാല് നിനക്ക് തന്നെ ഭാരായ ഒറ്റപ്പല്ലി വേറെ വലിയ വന്നു. ഞാൻ അവിടെ എത്തണത് വെയിറ്റ് ചെയ്തിരിക്കുക കാപ്പ് കുടിക്കാൻ. മേഡത്തിന് കുടിച്ചില്ലേ മോനെ? നമ്മുടെ സിംസൺ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ ചേട്ടനെ ആക്ച്വലി പുള്ളിക്ക് റംസം ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോന്നോ ചേട്ടൻ റംസം ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നത്. ഇതിനൊരു പെർഫെക്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബാലൻസ് ആണ്. ചേട്ടൻ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ അല്ല ചേട്ടൻ്റെ ഒരു രുചി ബേസിക്കലി ചിയേഴ്സ് ചേട്ടാ ചിയേഴ്സ്. കാണാൻ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഇത് എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമോ? ഇത് അടിപൊളി. ഇത് അടിപൊളി. ഇത് ഞാൻ വീഡിയോ ചെയ്യും. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. കാരണം ഇത് എല്ലാവർക്കും കഴിക്കാം. ഇത് ഇങ്ങനെ കള്ള് കുടിക്കുന്നവർക്ക് മാത്രം കഴിക്കാന്നല്ല അല്ലാത്തവർക്കും കഴിക്കാം. കാരണം അങ്ങനെ ആൽക്കഹോളിൻ്റെ ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടി നല്ല ബാലൻസ് ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ ചേട്ടൻ മാഗരീത്ത ചെക്കിലും അതിന്റെ ടേസ്റ്റ് ഉണ്ട്. അതിന്റെ ആ ഒരു കയപ്പില്ല. ആ ചെക്കിയിലേക്ക് ഒരു സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. അതില്ല ഇതിന്. അതുകൊണ്ട് നല്ല രസമുണ്ട്. റമ്മാകുമ്പോ അങ്ങനെ ഒരു ഗുണമുണ്ട്. റം മാർഗരീറ്റ സെറ്റപ്പിലാകുമ്പോ അത് അടിപൊളി സൂപ്പർ സാധനം. ഇതെനിക്ക് എന്തേ ഈ മഴക്കാലത്ത് ചുമയും വരില്ലേ തൊണ്ടയില് നല്ല ആൽക്കഹോളിക് വെതർ അല്ലേ? മഴയത്ത് പടയ്ക്കാൻ പറ്റിയ സാധനമാണ്. അടിപൊളി സാധനം. ചേച്ചിക്ക് പക്ഷെ ഇത് രസമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവുന്ന വിചാരിച്ചില്ല. അല്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു രസമായിട്ട് ബ്ലെൻഡ്. ഞാൻ അവർക്ക് ഫുഡ് ഇവിടെ ഇരുന്നാ നമ്മള് സിംസൺ ചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കാര്യം പറഞ്ഞ കൊടുക്കാൻ വേണ്ടിട്ട് തിരാമിസു വിചാരിച്ചതാ. ശരി ഞങ്ങള് ഇരിക്കില്ല മോനെന്നാ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊടുക്ക്. എടുക്കാം. ഇവിടെ ഇരിക്കട്ടെ അവിടെ തരാ. നേരല്ല നീ ഇവിടെ ഇരുന്നോ. സിറ്റ് ഡൗൺ ചെയ്യേ. ഇപ്പൊ കരയുന്നില്ലേ? ഉറക്കൊന്നും വരുന്നില്ല. കീലേരി ഇവിടെ പോയോ? തിരിഞ്ഞിരിക്കേ. നീ ഡെസേർട്ടാന്ന് കണ്ടു. വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കൊടുക്കാനൊന്ന് സെറ്റായിട്ടില്ല. സെറ്റായിട്ടില്ലടാ. നൈസാണാ. ഇതാണ് ഇവനെ കൊണ്ട് ഇവൻ വന്ന അപ്പവും മധുരം ഉണ്ടാക്കിയത്. ഇപ്പൊ ഉറക്കം വരുന്നില്ലേ? നല്ല സിറ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങടാ അവിടെ ഇരുന്നാ മതി. ഇങ്ങോട്ട് വരണ്ട. ഞാനൊന്നുമില്ല ഇവിടെ. എന്നിട്ട് അവര് പോവാൻ അവർക്ക് കൊടുക്കാൻ മറന്നു. എന്നിട്ട് ഞാൻ ഓടി പോയിട്ട് കാറിൽ കയറി ചോദിച്ചപ്പോ പറഞ്ഞില്ല വേണ്ട പുള്ളിക്ക് വടംവലി ഉള്ള കാരണം തടി കൂടുന്നു പറഞ്ഞേച്ച് കഴിച്ചില്ലേ പുള്ളി പോയി. അത് കാരണം ഇന്ന് അവർക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. പുള്ളി നമ്മുടെ റംസൺ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാ. മതിട്ടാ ഇനി സ്ലീപ്പ് ചെയ്തോ കേട്ടാ. ചേച്ചി വരും. ഇനി പാല് കുടിക്കണം. ഇനി പാല് ഇത് കഴിഞ്ഞിട്ട് കുടിക്കണം. മോർ മോർ ഔ വയന്ന് തുപ്പല ഉമിനീര് ഇറങ്ങി ചാടി കൊതിയായിട്ട്. എന്തേ കുണ്ടിക്കുള്ള കുണ്ടിരുക്ക? അയ്യോ എന്റെ ബീഫ് കരിഞ്ഞ്. ഞാനും പിങ്ങും. മതിട്ടാ ഡാടക്ക് തിന്നാനും പറ്റണ്ടേ.
അവിടെ കൊതി വിട്ടിരുന്നോ? നം നം നം. ഗുണകരി എടുത്തോ. അമ്മ എന്താ കഴിക്കണേ അമ്മ? ചോറും ബീഫ്. അയ്യോ ഇപ്പൊ കഴിഞ്ഞില്ലേ നിങ്ങളുടെ അമ്മ? ഞാൻ അത് തട്ടി പൊട്ടിക്കിട്ടാ. എൻ്റെ കണ്ണൊന്ന് കുത്തി പൊളിക്കും. തൈരാ? തൈര് പാത്രത്തിലിട്ട് കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇവിടെ എന്റെ മൈക്ക് എന്ത്? നെഞ്ചത്ത് അല്ല മറ്റേ മൈക്ക് ഇതല്ലേ എന്റെ മേത്ത്. ആ നിന്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ടല്ലേ? ഞാനതാ വിചാരിച്ചേ. കഴിച്ചോക്കെ. ഞാൻ പോകണമെന്ന് ഉണ്ടാക്കി വെച്ച ബീഫാ. ഞാൻ പോയ എന്നോട് സ്നേഹമില്ലാണ്ട് നിങ്ങളത് കഴിച്ചില്ല അല്ലേ? എനിക്ക് സിക്കായിരുന്ന കാരണമായിരുന്നു മോനെ. നല്ല മണം വരുന്നുണ്ടല്ലോ. ആ പിന്നെ നമ്മള് എനിക്ക് പൂരി പൂരി അമ്മയ്ക്ക് പിങ്ങു പൂരി കഴിച്ചു. പിങ്ങുവിനോട് പൂരി വേണമെന്ന് ചോദിച്ചപ്പം വേണമെന്ന് പറഞ്ഞു. അതിന് പിന്നെ ചോറ് 3 പേരും കൂടെ ഒരു ഉരുള ചോറ്. കിളരി അച്ചുവിന് തീരെ അങ്ങോട്ട് ഈരായിട്ട്. ആ ഇനി അത് പൊളിച്ചോ? എങ്ങനെയുണ്ട് എന്റെ ബീഫ്? നല്ലതാണോ? എന്താ കയ്യെറുകിയ? അയ്യോ സാരില്ല, അത് കൊണ്ടുപോയി. എവിടെ കൈ കൊണ്ടിട്ട് പായോ? എവിടെയാ? എവിടെ വാവുക? ആ ഓക്കെ. എന്തോടത്ത് പ്രശ്നം? ഇവിടെ എപ്പ കരഞ്ഞാലും വന്നിട്ട് ഇവിടെ അടിക്കില്ലേ? ഞാൻ അടുത്ത ആള് വരടാൻ പോയിട്ട്. ആ കൊണ്ടിട്ട്. ആ നോട്ടറേ, ഇതാണ് പ്രശ്നം. ഈ സാധനം നിന്നെ വേദനിപ്പിച്ച നീ പറയണ്ടേ? ആ അത് ചെറിയല് കുത്തി. ആ നോട്ടെ ഒന്ന്. ആ ഓ ആ അതെ, അവളുടെ പേപ്പൊക്കെ നീ നോക്കിയിരിക്കേ. അവളുടെ കൈ ആ കിട്ടു. ഇത് മാറ്റിട്ടെ. ഇക്കുള്ള ബുദ്ധിണ്ട്. കുറച്ച് ചോറ് തരുമോ? കുറച്ച് ചോറ് കേട്ടേ. അപ്പിളിയാ എന്നപ്പോ ഒന്ന് മാറിയ കുറച്ച് ചോറിക്കട്ടെ. ആ തൈര് പൂട്ടിപ്പോ. എന്തേ നീ എന്തിനും ഇരുന്ന അവിടെ? എന്നോട് പാര പറഞ്ഞ അതിനൊക്കെ കൊടുക്കുന്ന സാറില്ല നോക്കറേ. തൈരും ചോറും കൂടിട്ട് ഒറ്റപ്പട പടച്ചു നോക്ക്. തിന്നുണ്ട് കുറച്ച്. വിശന്നിട്ടേ വയ്യ. ഒരു കിണ്ണം ചോറും ഇറച്ചിയും ഒരു 1/2 കിലോ തിരാമീസും കൂടെ കയറ്റിട്ട് പിന്നെ ഒരു ബോൾ ഗ്രേപ്സ്. നോക്ക് മേഡം മടിയിലിരുന്ന് കാലൊക്കെ കയറ്റി വെച്ചിരുന്ന് ചാരി ഇരുന്നിട്ട് കരയേട്ടാ. ഇന്ന് ഇവിടുന്ന് പോൺ. ആ അതിൻ്റെ ഇടയിൽ ആയി. ഓക്കെ ഇന്ന് നമുക്ക് ബെഡ് ടൈം ഉണ്ട് കേട്ടാ. ഇന്നത്തെ വാസ് എൻ ഈസി ഡേ. ഇന്ന് മുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നാളെ ഒരു റീൽ ചെയ്യാനാ. ഇങ്ങനെ ഒരു റീൽ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ അസുഖം എല്ലാം കുറഞ്ഞാ. എന്നിട്ട് ആടെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലാത്ത കാരണം എനിക്ക് എന്തോന്ന് വീഡിയോയില് നമ്മൾ കുക്കിംഗ് കാണിക്കാത്ത പോലെ തോന്നി. ബട്ട് യു ഓക്കെ, യു ലുക്ക് വെരി ടയർഡ്. ഏമായി? ഓ ഞാൻ ടയർഡൊന്നുമല്ല. പിന്നെ മുഷ്ടി മടക്കി ഈയോ. ഓക്കെ സോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ. ശരിക്കും 9 മണിയായി. യൂഷ്വലി വി സ്ലീപ്പ് അറൗണ്ട് 8:15. അപ്പോൾ ഒരു ഈസി ഡേ ആയിരുന്നു. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവരിബഡി സിക്ക്. വിന്ററിന്റെ ലാസ്റ്റ് ഘട്ടം ഗോൾഡൊക്കെ 2 കൈൻഡ് ഓഫ് സിക്നെസ് ഉണ്ടായിരുന്നു വെയിറ്റിംഗ് ഫോർ ദ സ്കാനിങ്. അതിനുശേഷം തിരിച്ച് ഫ്ലൂ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലൂ എന്താ പറയുക, ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണോന്ന് അറിയില്ല. എനിക്ക് ചെറുതായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. യാ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ഒരു ചെറിയ ഒരു വ്ളോഗ് ആണെങ്കിലും കൂട്ടത്തിൽ ഇരുന്ന നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ സൂപ്പർ വീഡിയോ വേണ്ട നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. Oh, Pingat, that's too loud. Oh. എന്തേലും ചെയ്യാന്ന് വിചാരിക്കാ ഒച്ച കേട്ടാല്. Bye. Bye. Bye.